നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. പലപ്പോഴും ന്യൂറോളജി ഒ പിയിൽ അത്യധികമായ ക്ഷീണവുമായി ചില ആൾക്കാർ എന്നെ കാണാൻ വരാറുണ്ട്. ഭയങ്കര ക്ഷീണം, ശരീരവേദന, മസിലുകൾക്ക് വേദന, അസ്ഥിക്ക് വേദന, കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ചിലപ്പോഴൊക്കെ ഇവർ ഡിപ്രഷനാണ് എന്നൊക്കെ പറഞ്ഞ് സൈക്യാട്രി ചികിത്സയിലൊക്കെ ഇരിക്കുന്നവർ വരെ ആകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഈ അകാരണമായ ക്ഷീണത്തിൻ്റെ കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിൻ്റെ കുറവാകാം. വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. കാരണം സൂര്യപ്രകാശത്തിൻ്റെ എക്സ്പോഷറിൽ നിന്ന് ശരീരത്തിന് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സൂര്യപ്രകാശത്തിൽ പോയി നിന്നാൽ മാത്രം എല്ലാവർക്കും വൈറ്റമിൻ ഡി നോർമൽ ആകണമെന്നും ഇല്ല. വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൻ്റെ നോർമലായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെ ആവശ്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അസ്ഥികളുടെ ബലം, ഭക്ഷണത്തിൽ നിന്ന് കാൽഷ്യം രക്തത്തിലേക്ക് വലിച്ചെടുക്കുക, ശരീരത്തിലെ പല ഹോർമോണുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിക്കുക, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നിലനിർത്തുക, മുടി, തൊലി ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങളുടെ ആരോഗ്യം, പിന്നെ പ്രധാനമായും അസ്ഥിയുടെ ബലം മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാമാണ് വൈറ്റമിൻ ഡിയുടെ ആവശ്യം. പലരിലും വൈറ്റമിൻ ഡി കുറവ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പല കാരണങ്ങളുണ്ട്. സൂര്യപ്രകാശത്തിനോടുള്ള എക്സ്പോഷർ കുറയുക. ഇപ്പോൾ ആളുകൾ പലപ്പോഴും അടഞ്ഞ മുറികളിൽ ഇരിക്കുകയും പുറത്ത് കളിക്കാൻ പോവുകയില്ല, അതല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓഫീസുകളിൽ ഇരിക്കുക. അങ്ങനെ സൂര്യപ്രകാശത്തിനോടുള്ള എക്സ്പോഷർ കുറയുന്നു. 2, വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണ സാധനങ്ങൾ ആവശ്യത്തിന് കഴിക്കാതിരിക്കുക. എന്തൊക്കെയാണ് വൈറ്റമിൻ ഡി ഉള്ള ഭക്ഷണ സാധനങ്ങൾ? പ്രധാനമായും ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, ചീസ്, പിന്നെ മുട്ടയുടെ മഞ്ഞ, ഇവയെല്ലാം വൈറ്റമിൻ ഡി അടങ്ങുന്ന ഭക്ഷണ സാധനങ്ങളാണ്. ഇവയുടെ അളവ് കുറയുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം. പിന്നെ തടി കൂടുതലുള്ള ആൾക്കാരിൽ വൈറ്റമിൻ ഡി കുറവായി കാണാറുണ്ട്. അതിൻ്റെ കാരണം വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ തടി കൂടുതലുള്ളവരിൽ ഫാറ്റിൻ്റെ അംശം കൂടുന്നത് കൊണ്ട് വൈറ്റമിൻ ഡി ഫാറ്റിൽ അലിയുകയും രക്തത്തിൽ ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയും ചെയ്യും. പിന്നെ വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ മറ്റൊരു കാരണം കിഡ്നി, ലിവർ സംബന്ധിച്ചുള്ള രോഗങ്ങളാണ്. കാര്യം വൈറ്റമിൻ ഡിയെ അതിൻ്റെ ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റുന്നത് കിഡ്നിയും ലിവറുമാണ്. നോർമൽ വൈറ്റമിൻ ഡി ലെവൽ എത്രയാണ്? സാധാരണഗതിയിൽ വൈറ്റമിൻ ഡി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് 125 ഹൈഡ്രോക്സി വൈറ്റമിൻ ഡി ലെവലാണ്. ഈ വൈറ്റമിൻ ഡിയുടെ ലെവല് നോർമലായി 30-ന് മുകളിലാണ് വേണ്ടത്. 20-നും 30-നും ഇടയ്ക്കാണ് എങ്കിൽ നമ്മളതിനെ വൈറ്റമിൻ ഡി ഇൻസഫീഷ്യൻസി എന്നും 20-ന് താഴെയാണ് എങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നും വിളിക്കും. വൈറ്റമിൻ ഡി കുറയുമ്പോൾ രോഗികൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്ത്? ശരീരത്തിന് ഉന്മേഷക്കുറവ്, അകാരണമായ ക്ഷീണം, അസ്ഥികൾക്ക്, മസിലുകൾക്ക് വേദന, മുടി കൊഴിച്ചിൽ, ചിലരിലൊക്കെ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ വഷളാക്കുന്നതിന് വരെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വഴിവെക്കും. രോഗങ്ങൾ വന്നാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറയുക, ഇതെല്ലാമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ. വൈറ്റമിൻ ഡിയുടെ ചികിത്സ എങ്ങനെയാണ്? വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ തീർച്ചയായും സൂര്യപ്രകാശത്തിനോടുള്ള എക്സ്പോഷർ കൂട്ടേണ്ടതുണ്ട്. എന്നുവെച്ച് നട്ടുച്ചയ്ക്ക് പോയി വെയിലത്ത് നിന്നതുകൊണ്ട് വൈറ്റമിൻ ഡി കിട്ടുകയില്ല കേട്ടോ. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത്, അതല്ല എങ്കിൽ വൈകിട്ട് 4-നും 6-നും ഇടയ്ക്കുള്ള സമയത്ത് കൈ, കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗം, മുഖം, ഇവ സൂര്യപ്രകാശത്തിനോട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വൈറ്റമിൻ ഡി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കേണ്ട കാര്യം, വൈറ്റമിൻ ഡി ഒരു 10-ഓ 11-ഓ ഉള്ള ഒരാൾ അത് മരുന്ന് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ റിക്കവർ ചെയ്യുകയുള്ളൂ. വൈറ്റമിൻ ഡി ശരിയാക്കാനായി വെയിലത്ത് പോയി നിന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാതിരിക്കാനും
ഒരു തവണ മരുന്നെടുത്ത് അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെയാണ് വൈറ്റമിൻ ഡിക്ക് വേണ്ടി സൺ എക്സ്പോഷർ സഹായിക്കുക. വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യും. ഇത് പല രൂപത്തിൽ ലഭ്യമാണ്. ക്യാപ്സ്യൂളുകളായി, സാഷെ, അത് പാലിലോ വെള്ളത്തിലോ കലക്കി കുടിക്കുക. പിന്നെ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ്, കൂടുതലും കുട്ടികളിലാണ് വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുക. 60,000 യൂണിറ്റ് വരെ വരുന്ന വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് ആഴ്ചയിലൊരിക്കൽ വെച്ച് നമ്മളൊരു 6 ആഴ്ചത്തേക്ക് കൊടുക്കും. പിന്നെ 2 ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെയായി കുറയ്ക്കും. 60,000 to 1,20,000 ആണ് നോർമലായിട്ട് ഒരാളുടെ വൈറ്റമിൻ ഡി റിക്വയർമെൻറ്റ്. വൈറ്റമിൻ ഡി കുറവ് കൊണ്ട് സീരിയസ് ആയ പ്രശ്നങ്ങളുള്ള ചില സാഹചര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ IMI മസിലിലേക്ക് വൈറ്റമിൻ ഡിയുടെ ഒരു കുത്തിവെപ്പ് വരെ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഒത്തിരി അധികം ക്ഷീണമോ മുടി കൊഴിച്ചിലോ ശരീരവേദന, അസ്ഥികൾക്ക് വേദന ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും വൈറ്റമിൻ ഡിയുടെ കുറവാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. കുറവാണ് എങ്കിൽ വേണ്ട രീതിയിൽ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതുണ്ട്. സൂര്യപ്രകാശത്തിനോടുള്ള എക്സ്പോഷർ കൂട്ടുകയും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയും ചെയ്യണം. നന്ദി.